നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂർ ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടതോടെ ഊഹാപോഹങ്ങൾ രാജ്യ തലസ്ഥാനത്ത് പ്രചരിക്കുകയാണ്. ഇന്ന് ശശി തരൂരിനെ കാണണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക്, എന്നുവെച്ചാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്ന കെട്ടിടത്തിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയെ കണ്ട ശശി തരൂർ വിദേശത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിലടക്കം താൻ നേതൃത്വം നൽകിയ പാർലമെന്ററി സംഘം എത്ര കണ്ട് ഫലപ്രദമായി പ്രവർത്തിച്ചുവെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്ന ആശങ്കകൾ, സംശയങ്ങൾ എങ്ങനെയെല്ലാം തങ്ങൾ ഇടപെട്ട് പരിഹരിച്ചുവെന്നും വിശദീകരിച്ചു കൊടുത്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടെ ശശി തരൂരിൻ്റെ നരേന്ദ്രമോദി സന്ദർശനത്തിനെ കുറിച്ച് കോൺഗ്രസിലും ചില സംശയങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ശശി തരൂരിനെ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയിൽ നിയോഗിക്കാൻ നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നതായി കോൺഗ്രസ് നേതൃത്വത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിദേശകാര്യ വകുപ്പിൽ വിദേശകാര്യ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു സെല്ലിന്റെ തലവനായാണ് ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കിൽ ശശി തരൂരിനെ നിയമിക്കാൻ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഓണററി പദവി ആയതുകൊണ്ട് കൂറുമാറ്റ നിരോധനമൊന്നും ബാധകമാകില്ല. അതുകൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും ഇക്കാര്യത്തിൽ ശശി തരൂരിനെ തടയാനോ അദ്ദേഹത്തിനെതിരെ പാർട്ടി തലത്തിലുള്ള എന്തെങ്കിലും നടപടിയെടുക്കാനോ കഴിയില്ല. കാരണം ഇതിന് കൂറുമാറ്റം, ഈ നിയമം ഇതിന് വിലങ്ങുതടിയാകില്ല എന്നതാണ് കാരണം. ഏതായാലും ശശി തരൂരിന് ക്യാബിനറ്റ് റാങ്ക് നൽകിക്കൊണ്ട് കോൺഗ്രസിന് ഒരു ചുട്ട മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഒരുങ്ങുന്നതായുള്ള സൂചന BJP കേന്ദ്രങ്ങൾ നേരത്തെ നൽകിയിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് രാജ്യസഭയിലെത്തി വിദേശകാര്യമന്ത്രിയാകുമെന്നൊക്കെയാണ് BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നതെങ്കിലും ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നുള്ള സൂചന ഇപ്പോൾ ശക്തമാണ്. കാരണം അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ BJPക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഉടനെ കോൺഗ്രസ് വിട്ടിറങ്ങാൻ ശശി തരൂരിനും താല്പര്യമില്ല. 2027-28 ആ കാലഘട്ടത്തിൽ, കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ ശശി തരൂർ കോൺഗ്രസ് വിട്ടിറങ്ങാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ തരൂരിനെ ക്യാബിനറ്റ് റാങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മറ്റ് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ അംബാസഡർമാരുമായി ഏകോപന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സെല്ലിന്റെ തലവനായിട്ടാണ് തരൂരിനെ പ്രധാനമന്ത്രി നിയോഗിക്കുക എന്നാണ് അറിയുന്നത്. ഇപ്പോഴുള്ള വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും ഇക്കാര്യത്തിൽ സർവ്വസമ്മതമാണത്രേ. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലേക്ക് ഇന്ത്യൻ പാർലമെന്ററി സംഘത്തെ നയിച്ച ശശി തരൂർ വളരെ ക്രിയാത്മകവും വളരെ മികച്ച രീതിയിലുമാണ് പാകിസ്ഥാന്റെ ഇന്ത്യയിലെ ഭീകരപ്രവർത്തനങ്ങളെ കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങളെയും അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളെയും ബോധിപ്പിച്ചതും അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമാവുന്ന വിധത്തിൽ വിശദീകരണം നൽകിയതും. ഇത് പ്രധാനമന്ത്രിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ ഇനി കൈവിടണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പ്രധാനമന്ത്രിയും BJPയും നിലകൊള്ളുന്നത്. ശശി തരൂരിന് അർഹമായ പരിഗണന നൽകിക്കൊണ്ട് BJP പക്ഷത്ത് നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും BJPയും നടത്തുന്നതെന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി നൽകിയാൽ, ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന വിദേശകാര്യ വകുപ്പിൻ്റെ ക്യാബിനറ്റ് പദവി നൽകിയാൽ അദ്ദേഹം അത് സ്വീകരിച്ചേക്കുമെന്നുള്ള ഭയവും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂർ പറയുന്ന എന്തിനോടും ചാടിക്കയറി പ്രതികരിക്കേണ്ട എന്നുള്ള നിർദ്ദേശം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കടക്കം പാർട്ടി നൽകിയിട്ടുമുണ്ട്. വിദേശകാര്യ സെല്ലിൽ ഒരു ക്യാബിനറ്റ് പദവിയിൽ ശശി തരൂർ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്ക് വെളിയിലുള്ള എല്ലാ ഇന്ത്യയുടെ അംബാസഡർമാരും എല്ലാം നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുകയും അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനും കഴിയും. അത് പാകിസ്ഥാനെതിരെ കടുത്ത നയതന്ത്ര നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ശശി തരൂരിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി നൽകി വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇരുത്തണമെന്ന് BJP നേതാക്കൾക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് പറഞ്ഞാലും ശശി തരൂരിന് ക്യാബിനറ്റ് റാങ്ക് തന്നെ നൽകിക്കൊണ്ട് വിദേശകാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല അദ്ദേഹത്തിന് നൽകുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്.